എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഒരു വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് നിങ്ങളെ അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒഡീഷയിൽ സുവിശേഷ വിരോധികൾ ഒരു പെന്തക്കോസ്ത് പാസ്റ്ററെ മർദ്ദിച്ച ശേഷം ബലമായി അദ്ദേഹത്തെ കൊണ്ട് ചാണകം തീറ്റിച്ചു എന്നുള്ളതാണ് വാർത്ത. അപ്പം ഇങ്ങനൊരു വാർത്ത കേട്ടപ്പോൾ ഞാൻ ചില ചാനലുകളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കി. ശരിയാണ്, ചില ചാനലുകളിലും ഈ വാർത്ത വരുന്നുണ്ട്. ഫേസ്ബുക്ക് പേജുകളിൽ ശക്തമായി നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയാണിത്. അപ്പോൾ ഈ വാർത്ത വിവരിക്കുന്നത് ഇങ്ങനെയാണ്. പാർജാങ്, ഒഡീഷയിലെ ദെങ്കനാൽ ജില്ലയിൽ പാർജാങ് ഗ്രാമത്തിൽ ഈ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഞായറാഴ്ച ഒരു കൂട്ടം സുവിശേഷ വിരോധികളായിട്ടുള്ള ആളുകൾ അവിടുത്തെ പാസ്റ്ററെ, അദ്ദേഹത്തിൻ്റെ പേര് ബിപിൻ ബിഹാരി നായിക് എന്നാണ്, അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ചതിന് ശേഷം അദ്ദേഹത്തെ കൊണ്ട് ചാണകം തീറ്റിച്ചു എന്നുള്ളതാണ്. പാസ്റ്റർ ബിപിൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ സിസ്റ്റർ വന്ദനയും ചേർന്ന് ഒരു ഭവനത്തിൽ ഏതാണ്ട് 40 പേരടങ്ങുന്ന ഒരു കൂട്ടായ്മ നടത്തുകയായിരുന്നു. അവിടെ ചില ആളുകൾ അതിക്രമിച്ച് കയറി പാസ്റ്റർ ബിപിൻ ബിഹാരി നായിക്കിനെ പുറത്തേക്ക് വലിച്ചിട്ട ശേഷം വളരെ ശക്തമായി ഇദ്ദേഹത്തെ ഉപദ്രവിക്കുകയും അതുമാത്രമല്ല അവരുടെ മതത്തിലെ മുദ്രാവാക്യങ്ങൾ ഇദ്ദേഹത്തെ കൊണ്ട് നിർബന്ധിച്ച് വിളിപ്പിക്കുകയും ചെയ്തു. അതുമാത്രമല്ല അദ്ദേഹത്തെ നിർബന്ധിച്ച് ചാണകം തീറ്റുകയും അദ്ദേഹത്തിൻ്റെ മുഖത്ത് മുഴുവൻ സിന്ദൂരം വാരിത്തേക്കുകയും ചെയ്തു എന്നുള്ളതാണ്. തുടർന്ന് ഇദ്ദേഹത്തെ ചെരുപ്പുമാല അണിയിച്ച് ഏകദേശം 2 മണിക്കൂറോളം ഈ ഗ്രാമത്തിലൂടെ നടത്തി. എത്ര പൈശാചികമായ ഒരവസ്ഥയാണെന്ന് നോക്കി. ഒരു പാസ്റ്ററെ പിടിച്ച് തല്ലി നാശമാക്കി, അദ്ദേഹത്തിൻ്റെ മുഖത്ത് മുഴുവൻ സിന്ദൂരം വാരിത്തേച്ച് ബലമായിട്ട് ചാണകം വാരി അദ്ദേഹത്തെ തീറ്റിച്ചു. എന്നിട്ട് 2 മണിക്കൂറോളം അദ്ദേഹത്തെ ഉപദ്രവിക്കുകയും തല്ലുകയും ചെയ്ത് ആ ഗ്രാമത്തിലൂടെ നടത്തി. പാസ്റ്റർ ബിപിൻ ബിഹാരി നായിക്കിൻ്റെ ഭാര്യ ഇത് അറിഞ്ഞു. ഇവർ അന്വേഷിച്ച് ചെല്ലുമ്പോൾ, എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയി, അതിനുശേഷം ഇദ്ദേഹത്തെ കണ്ടില്ല. ഇദ്ദേഹത്തെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഇദ്ദേഹത്തെ അവിടെയുള്ള ഒരു ക്ഷേത്രത്തിൽ അതിൻ്റെ ഫ്രണ്ടിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. 2 കൈകളും കെട്ടിയിട്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊഴുകുന്നു. അപ്പോഴും അടി നിർത്തിയിട്ടില്ല. ബിപിൻ ബിഹാരി നായിക്കിനെ പിന്നീട് രക്ഷപ്പെടുത്തി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അതുമാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും കേസോ കാര്യങ്ങളോ ഉണ്ടായാൽ നിങ്ങളുടെ ഭവനം തീയിട്ട് നശിപ്പിക്കും എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഈ ഗ്രാമത്തിൽ നിരവധി ക്രൈസ്തവ വിശ്വാസികളുണ്ട്. അവരെയെല്ലാം അവിടുന്ന് മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒഡീഷയിൽ തന്നെയുള്ള ഒരു ക്രൈസ്തവ സംഘടനയുടെ നേതാവ് ഡോക്ടർ കെ ബാബുറാവ്, അദ്ദേഹം ഒരു റിട്ടയർഡ് IPS ഓഫീസറാണ്, ശക്തമായി അപലപിക്കുകയും മനുഷ്യത്വരഹിതവും പൈശാചികവും ക്രൂരവുമായ അവസ്ഥ, പൊതുവെ ഇങ്ങനെയുള്ള ഭീകരാക്രമണങ്ങളൊക്കെ ഇസ്ലാമിക് തീവ്രവാദ രാജ്യങ്ങളിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ. വളരെ പൈശാചികവും നികൃഷ്ടവുമായ രീതിയിലുള്ള ഈ പ്രവൃത്തി ഇത് ഭരണഘടനയ്ക്ക് എതിരാണ് എന്ന് മാത്രമല്ല മനുഷ്യന് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുകയാണ്. അപ്പോൾ ആൾക്കൂട്ട ആക്രമണം, നിർബന്ധിത മതമുദ്രാവാക്യങ്ങൾ വിളിപ്പിക്കുക, പൊതുസമൂഹത്തിൽ അവഹേളിക്കുക, ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ജനാധിപത്യത്തിന് എന്ത് മൂല്യമാണ് ഇവിടെയുള്ളത്? സംഭവത്തിൽ ഉൾപ്പെട്ട എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അയക്കണമെന്ന ശക്തമായ രീതിയിലാണ് ക്രൈസ്തവ സംഘടനകൾ ആവശ്യപ്പെട്ടുള്ളത്. വാസ്തവത്തിൽ നമ്മുടെ രാജ്യത്ത് നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള ഭരണഘടനയനുസരിച്ച്
മുമ്പോട്ട് പോകുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനമുണ്ടോ? ഒരെണ്ണം. ഇപ്പോൾ നമ്മൾ പറയും കേരളത്തിൽ കുഴപ്പമില്ല, കേരളത്തിലാണ് ഇപ്പോൾ ഏറ്റവും അധികം പ്രശ്നം. ഏതെങ്കിലും ഒരു സംസ്ഥാനമുണ്ടോ നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശങ്ങളെ, മൗലിക അവകാശങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ജീവിക്കാൻ പറ്റുന്ന ഏതെങ്കിലും അതിനെ പിൻപറ്റി ജീവിക്കുന്ന ഒരു സംസ്ഥാനമുണ്ടോ? നമ്മളിത് വളരെ ചിന്തിക്കേണ്ടതാണ്. ഒരു വ്യക്തി തനിക്കിഷ്ടപ്പെട്ട ഒരു മതവിശ്വാസത്തിലേക്ക് പോകുന്നു, ഇഷ്ടപ്പെട്ട ഒരു ദേവീദേവനെ പൂജിക്കുന്നു, ഇഷ്ടപ്പെട്ട ഒരാളെ കല്യാണം കഴിക്കുന്നു, ഇഷ്ടമുള്ള ഒരു ആഹാരം കഴിക്കുന്നു, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നു. അതിന് നമുക്ക് സ്വാതന്ത്ര്യമില്ലേ? അപ്പോൾ ഒരു സമൂഹം പ്രാർത്ഥനയ്ക്ക് വന്നതുകൊണ്ട് മറ്റൊരു സമൂഹത്തിന് എന്താണ് കുഴപ്പം? നമ്മൾ ചിന്തിക്കണ്ടേ? ഇത് ഈ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പൊതുവെ കാണുന്ന ഒരു സംഭവമാണ് ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ. അപ്പോൾ അവർ പറയുന്ന കാര്യമുണ്ട്, മതപരിവർത്തനമാണ്, അത് പാടില്ല. ഇവിടെ ആരും നിർബന്ധിച്ച് ആരെയും ബലം പ്രയോഗിച്ച് മതം മാറ്റുന്നില്ല, ഉണ്ടോ? ഓരോരുത്തർക്ക് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരുന്നു, പ്രാർത്ഥിക്കുന്നു, പോകുന്നു. അപ്പോൾ ഇങ്ങനെ നിരവധി സുവിശേഷ പ്രവർത്തകരാണ് തല്ലുകൊള്ളുന്നത്. അപ്പോൾ ചാണകം തീറ്റിച്ചു. ഈ ചാണകത്തെക്കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ പറയണം. ഈ ചില ആളുകൾക്ക് ഈ ചാണകത്തോടും അതോടൊപ്പം തന്നെ പശുമൂത്രത്തോടും വലിയ താല്പര്യമാണ്. ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഈ ആയുർവേദ മരുന്ന് മേടിക്കാൻ ചെല്ലുമ്പം ഇത് ഗോമൂത്രത്തിൽ ചാലിച്ച് കുടിക്കണം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാനിവിടുത്തെ ഒരു സന്യാസിയോട് ചോദിച്ചു, ഒരു ബാബയോട് ചോദിച്ചു, ഈ ചാണകം നിങ്ങൾ വലിയ പ്രാധാന്യത്തോടു കൂടിയാണല്ലോ കാണുന്നത്, ചാണകത്തിൻ്റെ ജ്യൂസ് ഉണ്ടാക്കി ഇവിടെ വിൽക്കുന്നുണ്ട്, ചിലർ കുടിക്കും ചാണക ജ്യൂസ്. അപ്പം ഞാൻ ചോദിച്ചു, അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു, സുഹൃത്തെ, ചാണകം എല്ലാ മൃഗങ്ങളുടെയും ചാണകമല്ല എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ പശുവിൻ്റെയും എരുമയുടെയും ഒട്ടകത്തിൻ്റെയും ഒന്നുമല്ല, നാടൻ പശുക്കളുടെ ചാണകം മാത്രമേ എടുക്കുകയുള്ളൂ. അത് നാടൻ പശുക്കൾ ഓടിയും ചാടിയും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് തിന്നുന്ന ജേഴ്സി പശുവിൻ്റെ പോലും ചാണകം തിന്നാൻ എടുക്കുകയല്ലെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പശുവിൻ്റെ ചാണകം, നാടൻ പശുവിൻ്റെ ചാണകം, അത് പുല്ല് തിന്നുന്ന, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയും സഞ്ചരിക്കുകയും ചെയ്ത് തിന്നുന്ന പശു, ഈ പശുവിൻ്റെ ചാണകമാണ് ഇവന്മാർ ഭക്ഷിക്കുന്നത്. അതുകൊണ്ട് ഇവന്മാർ റൊട്ടി ഉണ്ടാക്കി കഴിക്കും. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ പശുവിൻ്റെ ചാണകം കൊണ്ട് റൊട്ടി ഉണ്ടാക്കി കഴിക്കും? എന്നാൽ ഈ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ചില ഇടങ്ങളിലുണ്ട്. ചില സ്ഥലങ്ങളിൽ ചാണകം ജ്യൂസ് അടിച്ച് കുടിക്കും. ഗോമൂത്രം ഒരു ഔഷധമായി ഇപ്പോൾ പാക്കറ്റിലും കുപ്പിയിലും വരുന്നുണ്ട്. അപ്പോൾ ഇത് എന്തൊരവസ്ഥയാണെന്ന് ചോദിച്ചാൽ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഈ സുവിശേഷകനെ നിർബന്ധിച്ച് ഈ ചാണകം തീറ്റിച്ചത് ഇത് മനസ്സിൻ്റെ ഉള്ളിൽ രൂഢകൂലമായിരിക്കുന്ന പൈശാചികതയുടെയും ആക്രമണ വാസനയുടെയും മറ്റുള്ള വ്യക്തികളോടുള്ള വിദ്വേഷത്തിൻ്റെയും ഒക്കെ പരിണിത ഫലമായിട്ടത് കാണുന്നത്. എന്തായാലും അത്യന്തം ഖേദകരവും പൈശാചികരവുമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഒഡീഷ പോലുള്ള സംസ്ഥാനങ്ങളിൽ സുവിശേഷ വിരോധികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഉത്തർപ്രദേശിൽ സുവിശേഷ വിരോധികളുണ്ടെങ്കിലും അവർ പോലീസ് മുഖേനയാണ് പിടിക്കുന്നത്. ഒരു സുവിശേഷകൻ ഇവിടെ പ്രാർത്ഥന നടത്തിയാൽ പോലീസിനെ പറഞ്ഞു വിടുക, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുക, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുക, പിന്നെ ജയിലിൽ വിടുക. ജയിലിൽ പോയതിന് ശേഷം പിന്നീട് അത് ജാമ്യത്തിലിറക്കുക. ഇതാണ് ഇവിടുത്തെ ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം. പൊതുവെ ഇവിടെ ഉപദ്രവങ്ങൾ കുറവാണ്. പാസ്റ്റർമാരെ തല്ലുക, കയ്യും കാലും തല്ലി ഓടിക്കുക, അത് വളരെ കുറവാണ്. അവർ നിയമപരമായ നടപടികളാണ് സ്വീകരിക്കുന്നത്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കയറി വരും, പോലീസെ പിടിക്കും, ജീപ്പേ കയറ്റിയിരുത്തും. അത് ഭാര്യയും മക്കളെയും കുട്ടികളെയും, മുല കുടിക്കുന്ന കുട്ടികളെ വരെ ജീപ്പേ കയറ്റി കൊണ്ടുപോകും.
എന്നിട്ട് അവിടെ പോലീസ് സ്റ്റേഷൻ കൊണ്ട് ഇരുത്തിയേക്കും. എന്നിട്ട് അവരോട് പറയും നിങ്ങൾ ഇനി ഈ പ്രാർത്ഥനയ്ക്ക് പോവുകയില്ല എന്ന് എഴുതി തരാൻ പറയും. ഇത് എന്ത് മനുഷ്യാവകാശമാണെന്നാണ് ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പം ഏത് ഭരണഘടനയാണ് ഈ പിന്തുടരുന്നത്? ഒരാൾ അവൻ്റെ സ്വന്തം ഇഷ്ടത്തിന് വന്ന് പ്രാർത്ഥിച്ചിട്ട് ഇരിക്കുമ്പോൾ അവനെ കൊണ്ട് പിടിച്ചോണ്ട് പോയി പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഇനി ഞാൻ ഈ പ്രാർത്ഥനയ്ക്ക് പോകുകയില്ല, ഈ ഭഗവാനോട് ഞാൻ പ്രാർത്ഥിക്കുകയില്ല എന്ന് നിർബന്ധിതമായി പറഞ്ഞ് എഴുതി മേടിക്കുന്ന ഈ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ശരിക്കും പറഞ്ഞ ഭരണഘടനാ ലംഘനം നടത്തുന്നത് ആരാണ്? ചിന്തിക്കണ്ടേ? ഇത് അത്യന്തം ഗുരുതരമായ രീതിയിലാണ് ഇതിൻ്റെ പോക്ക്. എനിക്കിപ്പോൾ തോന്നുന്നു എനിക്ക് പൊറോട്ട ഇറച്ചിയും തിന്നണം. മറ്റൊരുത്തൻ പറയാം നീ പൊറോട്ട തിന്നാൻ പാടില്ല, നീ പുട്ടേ കഴിക്കാവുള്ളൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നാളെ ഞാൻ ഒരു ദോശ കഴിക്കാൻ ആഗ്രഹിക്കുകയെന്ന് എനിക്ക് ദോശ തിന്നാൻ പറ്റത്തില്ല, നീ ചപ്പാത്തി കഴിച്ചാൽ മതി, നീ ദോശ കഴിക്കണ്ട എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? നാളെ ഒരുത്തൻ പറയാണ് നീ ഈ പെണ്ണിനെ കെട്ടണ്ട, ഞങ്ങൾ പറയുന്ന പെണ്ണിനെ കെട്ടിയാൽ മതി. ഇനി അടുത്തവൻ വന്നിട്ട് പറയാ നീ 4 പിള്ളേരെ സൃഷ്ടിക്കണ്ട, നീ ഒരു 2 കൊച്ചുങ്ങളെ സൃഷ്ടിച്ചാൽ മതി. അല്ലെങ്കിൽ നീ കല്യാണം കഴിച്ചിട്ട് വന്ന് കുറേ നാളത്തേക്ക് ഭാര്യയെ ഞങ്ങളുടെ കൂട്ടത്തിൽ വിടണം, അത് കഴിഞ്ഞിട്ട് നീ കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞാലുള്ള അവസ്ഥ എന്നായിരിക്കും? ഇതെന്താണ് ഇതിൻ്റെ എല്ലാം കാരണം? മൂല കാരണം എന്താണ്? ഇത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഇതിനെതിരെ ശക്തമായ രീതിയിൽ സംഘടനകളുടെ ഇടപെടൽ വേണം. ആർക്കും വന്ന് കുതിര കയറാവുന്ന ഒരു സമൂഹമായി ഇത് നിൽക്കുന്നത് കൊണ്ട്, സംഘടിത ശക്തി അല്ലാത്തത് കൊണ്ടും, നമുക്ക് ലോക്സഭയിലും അതുപോലെ മന്ത്രിമണ്ഡലങ്ങളിലും പ്രാതിനിധ്യമില്ലാത്തത് കൊണ്ട് വരുന്നവനും പോകുന്നവനും എല്ലാം നമ്മുടെ മുതുകത്ത് കയറി സവാരി കളിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇതിനൊക്കെതിരെ ശക്തമായ പ്രതിഷേധം നടത്തുക എന്ന് മാത്രമല്ല, ഇന്ത്യ ഗവൺമെൻറ് അല്ലെങ്കിൽ ഭരണഘടന നമുക്ക് തന്നിട്ടുള്ള അവകാശങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അതിനെ നിയമപരമായി തന്നെ നേരിടാൻ കഴിയണം. അതിന് ആളുകൾ രംഗത്ത് വരണം. ഇതാണ്. എന്തായാലും ഈ ഒഡീഷയിൽ നടന്ന ഈ സംഭവം ഒരു പാസ്റ്ററെ, ബിബിൻ എന്ന പാസ്റ്ററെ തല്ലി അവശനാക്കി അദ്ദേഹത്തെ കൊണ്ട് നിർബന്ധിതമായി ചാണകം തീറ്റിച്ചത് അതൊരു വലിയ അപമാനകരമായ ഒരു കാര്യമാണ്. ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ ഈ സമൂഹം ഒറ്റക്കെട്ടായി ഐക്യതയോടെ ഐക്യമത്യത്തോടുകൂടെ നിൽക്കണം എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. അതുമാത്രമല്ല, ഇത്തരം വാർത്തകളെ മാക്സിമം സ്ഥലങ്ങളിൽ പ്രചരിപ്പിക്കണം. ഫേസ്ബുക്കിലും വാട്സപ്പിലും യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും എല്ലാം പ്രചരിപ്പിക്കണം. ആളുകൾ കാണട്ടെ, ആളുകൾ മനസ്സിലാക്കട്ടെ. ഈ കാലഘട്ടം എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. ജനങ്ങൾ അറിയട്ടെ സുവിശേഷകർ ഇതുപോലെ പീഡിപ്പിക്കപ്പെടുന്നു, ഉപദ്രവിക്കപ്പെടുന്നു എന്ന് ജനം അറിയട്ടെ. എന്തായാലും വലിയൊരു മോശമായ ഒരു പരിപാടിയാണ് ഈ കാണിച്ചു വെക്കുന്നത്. അതുകൊണ്ട് ഇത്തരം പ്രവൃത്തി ചെയ്യുന്നവർ പലപ്പോഴും ഇവരിതിൻ്റെ പ്രത്യാഘാതങ്ങൾ തിരിച്ചറിയുന്നില്ല. അപ്പോൾ ഈ പാസ്റ്ററേയും കുടുംബത്തെയും വേണ്ടി നിയമപരമായും ഒക്കെ നമുക്ക് കൈത്താങ്ങൽ കൊടുക്കാം. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല പ്രവർത്തിക്കുകയും ചെയ്യാം. ഇത്തരം സംഭവങ്ങൾ സമൂഹത്തിന് വലിയ അത്യാപത്താണ്, നാണക്കേടാണ് എന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു.